ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി സ്ഥലത്തോട്ടാണ് കേട്ടോ നമ്മുടെ യാത്ര. വെറൈറ്റി എന്ന് പറയുമ്പം എനിക്ക് ഒരു വെറൈറ്റി സ്ഥലമാണ്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. നമ്മൾ കള്ള് ഷാപ്പിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, കള്ള് ഷാപ്പിലോട്ട് കള്ള് കുടിക്കാൻ മാത്രമല്ലല്ലോ ഇന്നത്തെ കാലത്ത് ആളുകൾ പോകുന്നത്. നമ്മൾ അവിടുത്തെ ഫുഡൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ കേട്ടായിരുന്നു. ഇത് വേലൂർ ചുങ്കം ഉള്ള കള്ള് ഷാപ്പാണ്. അപ്പോൾ നല്ല ബെസ്റ്റ് ഫുഡാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കറികളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയതായിരുന്നു. അപ്പോൾ ഫാമിലി ആയിട്ട് പോണവർക്ക് വേറെ സെപ്പറേറ്റ് ഇതുമാതിരി ഒരു റെസ്റ്റോറൻറ്റ് ടൈപ്പിൽ വേറെ സെപ്പറേറ്റ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ കൂടാരങ്ങൾ മാതിരി കാണാം, അവിടെ വേണമെങ്കിലും ഇരിക്കാം. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയിരുന്നു. AC ആണ് ഉള്ളിൽ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പ്രൈവസി കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ട് ഉള്ളിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞങ്ങൾ ഇങ്ങനെ ഒരു റൂം മാതിരി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സഫക്കേഷൻ ഇങ്ങനെ ഇറുകിയിരുന്നിട്ട്. അപ്പോൾ ഞങ്ങൾ പിന്നീട് ഹോളിലോട്ട് തന്നെ ഇരുന്നു. എങ്ങനെയാണെങ്കിലും ഒരേപോലൊക്കെ തന്നെ എനിക്ക് തോന്നിയത്. ചെന്ന് കയറിയപ്പോൾ തന്നെ ആരും ഉണ്ടായിരുന്നില്ല. അതിന് ശേഷം ഒരു 2-3 ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അവിടുത്തെ കറികളും കാര്യങ്ങളൊക്കെ. പരനേട്ടൻ അവരുടെ പെർമിഷൻ മേടിച്ചിട്ട് അടുക്കളയിൽ പോയിട്ട് എടുത്തതായിരുന്നു കേട്ടോ. ഞണ്ട് കറി ഇങ്ങനെ കുറേ കണ്ടു. അപ്പം ഞങ്ങൾ അധികം ഒന്നും ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം 2 പേര് പോയത് കാരണം കൊണ്ട് തന്നെ എനിക്ക് അത്രമാത്രം കഴിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. നോൺ വെജ് ആണെങ്കിൽ പ്രത്യേകിച്ച് ഇഷ്ടമില്ലായ്മില്ല, പക്ഷേ അത്ര അങ്ങോട്ട് കയറില്ല. അരനേട്ടനാണെങ്കിൽ എരിവ് തീരെ പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്ത് പിന്നെ ബാക്കി പിന്നെ പറയാമെന്നുള്ള ലെവലിലായിരുന്നു. നോക്കുമ്പോൾ ആദ്യത്തെ ആ ഒരു കഴിക്കൽ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് മതിയായി എന്ന് പറയില്ലേ. വേറൊന്നും കൊണ്ടല്ല, അരനേണ്ണ എരിവ് സഹിക്കാൻ പറ്റാതെ എനിക്ക് പിന്നെ വയറ് നിറഞ്ഞിട്ട് നിർത്തിയതാണ്. പിന്നെ അവിടെ കള്ള് കുടിക്കണം എന്നുണ്ടെങ്കിൽ കള്ളും അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഈ എഴുതിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആകെ ഓർഡർ ചെയ്തത് കാട ഫ്രൈയും അതുപോലെ തന്നെ താറാവ് കറി, പിന്നെ ശിവുവിന് വേണ്ടിയിട്ട് കൊള്ളിപ്പുട്ട്, പിന്നെ കൊള്ളിയുടെ തന്നെ ഒരു എന്താ പറയുക കറി മാതിരി ഒരു സംഭവം. ഇത് മാത്രമേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് ഓർഡർ ചെയ്ത് കഴിച്ചതിന് ശേഷം ബാക്കി പറയാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബാക്കി പറയേണ്ടി വന്നില്ല എന്നുള്ളതാണ് സാരം. അതെല്ലാം നന്നായി കഴിക്കണവരൊക്കെ ആണെങ്കിൽ സെറ്റാണ് കേട്ടോ. നമുക്ക് എല്ലാ കറിയും ടേസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റും. എന്നാൽ നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്താലും വേസ്റ്റായി പോകും, നമ്മൾ പാക്ക് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ ഇനി ഫാമിലി ആയിട്ട് പോകുക എന്നുള്ള ലെവലിലാണ് അവിടുന്ന് വന്നത്. കാട ഫ്രൈ ഒരു രക്ഷയില്ല കേട്ടോ. എനിക്കിപ്പോൾ തന്നെ പറയുമ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ട്. അത്രമാത്രം ടേസ്റ്റായിരുന്നു. പിന്നെ താറാവ് കറിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണത്. കാട ഫ്രൈയും അതെ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കഴിക്കാത്ത സാധനങ്ങൾ ട്രൈ ചെയ്യാമെന്ന്. അതുകൊണ്ടാണ് ഈ 2 ഐറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ താറാവ് കറിയിൽ നല്ല എരിവായിരുന്നു. എരിവെന്ന് പറഞ്ഞാൽ പോരാ, എണ്ണ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്ര എരിവായിരുന്നു. എനിക്കും ഓക്കെ ആയിരുന്നു, പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ കൂടാരങ്ങൾ കേട്ടോ. അപ്പോൾ ഇതിലും നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം, പക്ഷെ അതൊക്കെ ഫില്ലായിരുന്നു. അത് കാരണം ഞങ്ങൾ ഉള്ളിലോട്ട് കയറി. പിന്നെ അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല, കമ്പാരിറ്റീവ്ലി നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള മാതിരി തോന്നിയത്. ഞങ്ങൾക്ക് ഇത്രയും 4 ഐറ്റം കഴിച്ചതിൽ 380 രൂപയാണ് ടോട്ടൽ ആയിട്ടുണ്ടായിരുന്നത്. വലിയ കുഴപ്പമില്ല. പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് തോന്നി. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മാപ്പിൽ എന്താ പറയുക വഴിയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്കും പോകണമെന്നുണ്ടെങ്കിൽ വേലൂർ ചുങ്കം ഷാപ്പ് എന്നുള്ളത് മാപ്പിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ നേരെ ഇവിടേക്ക് എത്തിക്കോളും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതലായിട്ട് ഫുഡിനെ പറ്റി ഇത്ര തന്നെ ഉള്ളൂ. എനിക്ക് നല്ല സൂപ്പറായിട്ട് തോന്നി. അതുപോലെ കൊള്ളിപ്പുട്ടാണെങ്കിലും അതെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശിവു ആകെ 3 കഴിച്ചുള്ളൂ, ബാക്കി ഫുള്ള് ഞാൻ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.